തിരുവനന്തപുരം നഗരസഭ ഭരണം നിലനിർത്താൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി. അവിടെ ഈ ഒരു ബോക്സ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പുതിയൊരു പദ്ധതിയാണ്. ഭാവിയെ ഒരുമിച്ച് നിർമ്മിക്കാം. LDFിന്റെ ഐഡിയ ബോക്സാണ്. അത് പ്രകടന പത്രികയിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ പൊതുജനങ്ങളോട് അഭിപ്രായം തേടുകയാണ് LDF. അതിന്റെ ഭാഗമായി എടുത്ത ഒരു ബോക്സ്. എന്താണ് ഈ ഒരു ഐഡിയ ബോക്സിന്റെ ഒരു ഉദ്ദേശവും അതെവിടെയൊക്കെയാണ് സ്ഥാപിക്കാനൊക്കെ പോകുന്നത്? ഇവിടെ നമ്മൾ 101 വാർഡുകളാണ് നഗരസഭയിലുള്ളത്. 101 വാർഡുകളിലും ഈ ഐഡിയ ബോക്സ് സ്ഥാപിക്കുകയാണ്. പ്രധാനമായിട്ട് ആളുകൾ വരുന്ന സെൻറ്ററുകളിൽ വായനശാല, ഗ്രന്ഥശാല, ആളുകൾ ഒരുമിച്ച് ചേരുന്ന ബസ് സ്റ്റേഷനുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ഐഡിയ ബോക്സ് സ്ഥാപിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ആ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് എഴുതിയിട്ടാൽ അതിന് നമുക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് പറ്റും. സ്വാഭാവികമായി നമ്മൾ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. അത് ആ നിലയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നത്. അത് നാളെ മുതൽ 7-ാം തീയതി വരെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇതുകൂടി ചേർത്ത് ആണ് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. ഇപ്പോൾ വിജയകുമാർ സാബാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൻ്റെ ചുമതല അജയ്കുമാർ സാബിനാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തന രീതി ഞങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുകയാണ്. ഈ സ്മാർട്ട് നഗരമാണ് തലസ്ഥാനം, സ്മാർട്ട് റോഡുകളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോഴും ഈ സ്മാർട്ട് റോഡുകൾ പോലും കുത്തിക്കുഴയ്ക്കുന്നതും വീണ്ടും പണി നടക്കുന്നതുമൊക്കെ വലിയ വിമർശന വിധേയമാകുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഇനിയും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രശ്നം, നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടും ഈ കുടിവെള്ളത്തിൻ്റേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വളരെ പഴയ പൈപ്പും മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി കുടിവെള്ളം മുട്ടുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരും. അപ്പോൾ പിന്നെ പുതിയ റോഡാണോ അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് റോഡാണോ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണോ എന്നൊന്നും ആ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റില്ല. അത് പൊട്ടിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈ നഗരഭരണം നിലനിർത്തുക എത്രത്തോളം എളുപ്പമാണ്? കാരണം BJP കഴിഞ്ഞ തവണ മുമ്പ് തവണയൊക്കെ ഭരണം പിടിക്കുമെന്ന് വലിയ പ്രതീതി ഉണർത്തി. പക്ഷേ ഇടതുമുന്നണി നിലനിർത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ കംഫർട്ടബിൾ മെജോറിറ്റി നിർത്താനും പറ്റി. ഇത്തവണ അവർ പുതിയ ആയുധങ്ങളുണ്ട്, പുതിയ ആളുകളുണ്ട്, പല പുതിയ പേരുകൾ, വലിയ വലിയ പേരുകൾ കേൾക്കുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ ഇടതുമുന്നണിക്കും CPM-നും കഴിയും. എത്രത്തോളം അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്? നിശ്ചയമായിട്ടും അതിന് സാധിക്കും. അതായത് ഇപ്പോൾ BJP ആണ് ഒരു വലിയ പ്രൊപ്പഗണ്ട ഇറക്കിയിട്ടുള്ളത്. പക്ഷേ BJP-യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഇവരെ ഭരണമേൽപ്പിച്ചാൽ ഇത് തിരുവനന്തപുരം കുളമാകുമെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കാരണം അവർക്ക് കേരളത്തിൽ ഒരു നഗരസഭയുണ്ട്, അത് പാലക്കാട് നഗരസഭയാണ്. ആ പാലക്കാട് നഗരസഭ നേരെ ചൊവ്വെ ഭരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പിന്നെയാണ് ഈ തലസ്ഥാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരസഭ. BJP-യുടെ ഒരു മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർക്കെതിരായിട്ട് വരാത്ത ആരോപണങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ആ മുഖം വെച്ചുകൊണ്ട് എത്ര തന്നെ ഇവർ ഉയർന്ന് ആളുകളെ സമീപിച്ചാലും അത് ജനം തള്ളിക്കളയുക തന്നെ ചെയ്യും. വീണ്ടും ഇടതുപക്ഷം നല്ല മെജോറിറ്റിയോടുകൂടി നഗരസഭ ഭരണത്തിൽ വരും. BJP-യുടെ ഒരു കൗൺസിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്നു. പക്ഷേ അന്വേഷണം എത്തിയിട്ടില്ല. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്, BJP-യുടെ സംസ്ഥാന വക്താവൊക്കെ പ്രധാനപ്പെട്ടത് MS കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി വരുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനിയും വരുമെന്നാണ്. എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതാണ്. ഒരു 10-12 കോടി രൂപ തിരുമല അനിലിൻ്റെ ബാങ്കിൽ നിന്ന് BJP-ക്കാർ തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ നേതാക്കന്മാരുണ്ട്, കൗൺസിലർമാരുണ്ട്, മറ്റ് ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഇവർ തിരിച്ച് പണം അടയ്ക്കാത്തതാണ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഈ പണം അടപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രാവശ്യം ഈ അനിൽ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അവരാരും തന്നെ അത് ചെവിക്കൊണ്ടില്ല. അവസാനം മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞതാകട്ടെ ഈ ബാങ്കിന് BJP-യുമായിട്ട് ബന്ധമില്ല എന്ന് പോലും പറയുന്ന സാഹചര്യം വന്നു. എന്ന് പറഞ്ഞാൽ അനിലിൻ്റെ കുടുംബം അനുഭവിച്ചുകൊള്ളണം, അയാളുടെ ഭാര്യയും മക്കളും അനുഭവിച്ചു കൊള്ളണം എന്ന ഒരു നിലയാണ് അവർ സ്വീകരിച്ചത്. അന്ന് തന്നെ BJP-യുടെ പ്രാദേശിക നേതൃത്വം പലരും അതൊന്നും വലിയ പ്രചാരം കിട്ടിയില്ലെങ്കിലും അവരുടെ ഫേസ്ബുക്കിലെല്ലാം പല കാര്യങ്ങൾ കുറിച്ചു. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന ലെവലിൽ പ്രവർത്തിച്ചിരുന്ന MS കുമാർ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ പണമെല്ലാം എടുത്തിരിക്കുന്നത് BJP-യുടെ നേതാക്കന്മാരാണ്. അവർ ഇപ്പോൾ ആളുകളുടെ മുന്നിൽ മാന്യന്മാരായി നടക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം എനിക്ക് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നൊരു സാഹചര്യം വന്നു.
വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മേയറുടെ കാലാവധി 5 വർഷമായ ശേഷം ഇതുവരെ കോൺഗ്രസിന്റെ മേയർ ഉണ്ടായിട്ടില്ല. ഇത്തവണ വലിയ തയ്യാറെടുപ്പുകൾ അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നു. സംസ്ഥാന നേതാക്കളെ അടക്കം അവർ മത്സരിക്കാൻ ഇറക്കുന്നു. കോൺഗ്രസിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? കോൺഗ്രസ് പൊതുവേ ഇവിടെ ദുർബലമാണ്. കഴിഞ്ഞ തവണ തന്നെ 2 അക്കത്തിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ പ്രയാസപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. അതിനേക്കാൾ ദുർബലമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസ്സിന് അവർ ഈ മാധ്യമങ്ങളിലെ കൂടെ നടത്തുന്ന പ്രചാരവേലയല്ലാതെ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടേയില്ല. ഒരു മാറ്റവും വരുത്താൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. BJP ആണ് അമിതമായ ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നത്. ഇതിനേക്കാൾ വലിയ അവകാശവാദം മുമ്പ് ഉന്നയിച്ചല്ലോ. ഇപ്പോൾ അത്രയും ഉന്നയിക്കാൻ അവർക്ക് ധൈര്യം പോരാ. ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അവർ വളരെ പിന്നിലാണിപ്പോൾ BJPയുടെ അവസ്ഥ. ഈ കോൺഗ്രസിന്റെ ദുർബലാവസ്ഥ BJPക്ക് ഗുണമാകില്ലേ? കോൺഗ്രസിലെ വോട്ടുകൾ BJPയിലേക്ക് അങ്ങനെ സാധ്യതയുണ്ടോ? അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കാൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലും BJPയും കോൺഗ്രസും തമ്മിൽ ചേരാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വോട്ടർമാരങ്ങനെ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. അപൂർവം ചില തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഒരു ഫലം ഉണ്ടായിട്ടുള്ളത്. പിന്നെ കോൺഗ്രസ് ദുർബലപ്പെടുന്നത് BJPക്ക് ഗുണകരമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇടതുപക്ഷം ശക്തമായിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനായിട്ട് ആളുകൾ തയ്യാറാവും. നമ്മുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ തയ്യാറാവുന്നത്. നല്ല പ്രകടനപത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവുന്നത്. അങ്ങനെ തയ്യാറാവുന്ന അവസരത്തിൽ ഈ കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് നീക്കേണ്ടി വരുന്നത്. അതിന് സ്ഥാനാർത്ഥിയുടെ കാര്യം കഴിഞ്ഞ തവണ ഈ തുടർഭരണം ഉറപ്പിച്ചത് കുറേ പുതിയ മുഖങ്ങൾ 2 തവണ മത്സരിച്ച വളരെ പരിചയസഭ നേതാക്കൾ മാറ്റിക്കൊണ്ട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ ഇറക്കിയത്. ഇപ്പോൾ ഈ 2 ടേം നിബന്ധന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM കർശനമായി നടപ്പാക്കുമെന്ന് പറയുന്നു. പുതുമുഖങ്ങൾ വരൂ, യുവാക്കൾ കൂടുതൽ. എന്താണ് ഈ CPM എങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് തലസ്ഥാന നഗരസഭയിൽ ജനം പ്രതീക്ഷിക്കേണ്ടത്? തലസ്ഥാന നഗരിയിലെ സ്ഥാനാർത്ഥി പട്ടിക പുതുമുഖങ്ങളുണ്ടാകും. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെ കൗൺസിലർമാർ ഉണ്ടാകും. അങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പട്ടികയായിരിക്കും പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്കിലും സ്വാഭാവികമായി പുതുമുഖങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാകും. സ്ഥാനാർത്ഥികളെ കണ്ടാൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള അങ്ങനെ പ്രാഗൽഭ്യത്തിൽ വെച്ച ആളുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. അതുതന്നെയാണ് അത്തരമൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ V. ജോയും M. വിജയകുമാറും C. അജയകുമാറും ഒക്കെ പങ്കുവയ്ക്കുന്നത്. നഗരസഭാ ഭരണം നിലനിർത്തുക CPM-ന് ഇടതുമുന്നണിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അത് ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാകും. അവിടെ മറ്റാർക്കും ഭരണം ലഭിക്കില്ല. CPM തന്നെ നഗരം ഭരിക്കുമെന്ന ഉറപ്പാണ് നേതാക്കൾ നൽകുന്നത്.